അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് റവയും പഞ്ചസാരയും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു 50 ഗ്രാം ബട്ടർ എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റവ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതേപോലെ ഒന്ന് വറവായി വരുമ്പോൾ ഒരു അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായി ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ റവ കട്ട പിടിക്കാണ്ട് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കട്ടൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നടുവിലൊരു കുഴി പോലെ തന്നെ നമ്മൾ ചുറ്റുഭാഗം നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പഴമൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസ്ക്രീമാണുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഐസ്ക്രീമാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വന്ന റവയും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നട്ട്സും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.